ഗൈസ് ഇന്ന് നമ്മൾ ചാനൽ ഞാൻ പറയും ഹലോ ഗൈസ്. അപ്പോൾ ഇന്നും നമ്മൾ റെഡി ആയില്ല. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു ഗെയിം പോലത്തെ സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഉള്ള പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ്. ഹൂ നോസ് മീ ബെറ്റർ? അങ്ങനെ ഹൂ നോസ് മീ ചോദിക്കാൻ കുറെ ആൾക്കാരെ അതുകൊണ്ട് ജ്യോതിക്കാണ് അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സോ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ഫസ്റ്റ് തന്നെ ജ്യോതി അങ്ങോട്ട് തുടങ്ങിക്കോളാം. ഞാനോ? ഇതിൽ ഉത്തരങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളിതിൽ 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങളും പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിന്റെ പേര്. 10ാം ക്ലാസ്സിലെ മഞ്ജുഷ. എന്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ഞാൻ അവളുടെ ചേച്ചിയാണ്, ഞാൻ അവളുടെ +2 എനിക്ക് എത്ര A+ ഉണ്ടായിരുന്നു? കിട്ടില്ല. 10 ചോദിച്ചോടെ സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് 2 സെയിമാ. ഞാൻ ഇന്നാളും കൂടി പറഞ്ഞിട്ടേ അവൾക്ക് +1 കുറച്ച് ഏതോ ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2A+ ഉറപ്പിച്ചാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ലൈക്ക് നേച്ചർ ആവാം, അല്ലെങ്കിൽ നേച്ചറിലുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ ഒരു വസ്തു. ഞാൻ എവിടെ പോയാലും എനിക്കത് മതി എന്ന് ഞാൻ പറയുന്ന ഒരു വസ്തു. മീൻസ് വസ്തുവാണ് അല്ലെങ്കിൽ നേച്ചറാണ്. എനിക്കത് അഡ്മയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കും. എനിക്കത് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഞാൻ ചോദിക്കാം, ബുദ്ധനാണോ? ബുദ്ധനാണെങ്കിൽ ബുദ്ധനുണ്ട്. അത് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ഒക്കെ ചുരുക്കി ഇഷ്ടമാണ്. ബുദ്ധനാണ്. എനിക്കിഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ്, ഈ ബർഗർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് കുറച്ച് ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫല്ല. തരട്ടെ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തു പോകുമ്പോൾ കഴിക്കുന്ന അങ്ങനത്തെ സാധനമല്ല. മീൻസ് ഞാൻ ഇടയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കലുണ്ട്. എനിക്കറിയില്ല. അന്നാലോചിച്ചൊക്കെ ചൈനയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലം. ചൈന അല്ലേ? ഐ മീൻസ് അങ്ങനത്തെ സ്ഥലം ചൈനീസ് ഫുഡ് ആണെന്നാണ് ഞാനൊരു മനസ്സിലാക്കുന്നത്. ന്യൂഡിൽസോ? വിട്ടോ? ന്യൂഡിൽസ് അല്ല. വിട്ടോ? മൊമോസ്. ഞാൻ കണ്ടിട്ടേക്കും. അല്ലല്ല, നിനക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒന്ന് പോയിട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ എന്റെ 10ാം ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ഒരാള് ഈ കണ്ടന്റ് രാവിലെ പറഞ്ഞ പോലെ നേരെ അമ്മേന്റെ അടുത്ത് പോയിട്ട് ഇവിടെ ഫ്രണ്ട്സിന്റെ പേരെന്താ പറയും. റിഫ. 10ാം ക്ലാസ്സിൽ എന്റെ ബെസ്റ്റ്. റിഫ 10 മീൻസ് അവള് മാത്രമേ എനിക്ക് അത്ര ക്ലോസ് ആയിട്ട് അവളാണുള്ളത്. അല്ലട്ടോ, ഇത് ക്ലോസ് ഒക്കെ തന്നെയാ. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് മൊത്തം ഇനിയായിട്ട് ക്ലോസ് ആണ്. എനിക്കറിയാം, പക്ഷെ പേര് എനിക്ക് ഓർമ്മയില്ല. മുസ്ലിം കുട്ടിയാണോ? മുസ്ലിം കുട്ടിയാണെങ്കിൽ ഒരു റൂമിൽ അവളുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നറിയോ? പറഞ്ഞ ഇവിടെ ഇതിന്റെ മേലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് റിഫ. അതല്ലാണ്ട് ഇപ്പൊ എസ് വെച്ചിട്ടല്ലേ? എസ് വെച്ചിട്ടാണോ?
എസ് വെച്ചിട്ടാണ്. ആണോ? നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞോളൂ. ആണാണ്. എസ് വെച്ചിട്ടല്ലേ? അല്ല അല്ല, എഫ് വെച്ചിട്ട്. എഫ് വെച്ചിട്ട് ഒരു ഫാത്തിമ ഉണ്ട് അതിന്റെ ഫ്രണ്ടിന്. ആ അതെ. എനിക്കറിയില്ല. എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. പക്ഷെ ചേച്ചി ഒരു ക്ലൂ തരാം. നിങ്ങള് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. എന്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് പേര് കിട്ടാനിട്ടാ. പേര് കിട്ടാനിട്ടാ. ജഹാന. ഇത് ചൂണ്ടി കാണിച്ചു. ഇത് ജഹാനന്റെ ഫോട്ടോ ചൂണ്ടി കഴിച്ചു. അല്ല റിഫ. അല്ല അത് ജഹാന. അപ്പൊ അതാണ് റിഫ. ഇത് ഏത് വലിയ ഫ്രെയിം അത് റേന. അത് അച്ഛന്റെ ഫ്രണ്ട്സിനോട് ഒരു ക്ഷമ. അവിടെ ജഹാനന്റെ ബർത്ത്ഡേക്ക് എന്റെ ഫോണ് പോയി കിടന്നിട്ട് ഞാൻ ഇവളുടെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ മെസ്സേജ് ഇങ്ങനെ നോക്കി. എനിക്ക് പേര് കിട്ടാത്തതുകൊണ്ടും കൊറേ മുന്നേ ആയതുകൊണ്ടും കിട്ടിയില്ല. പോയി ജഹാനത് കാണാം. അയ്യോ അയ്യോ ജഹാന മോളെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പറയണോ? ഞാനാണല്ലേ പൊടി. എന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് ഏപ്രിൽ 14 ആണ് തോന്നുന്നു, അല്ലെങ്കിൽ 11. ഏതെങ്കിലും ഒന്നാണ്. 14 സോറി 14. അയ്യോ 2024 തോന്നുന്നു, 11 തോന്നുന്നു, 10 തൊട്ടിട്ട് 20 വരാണ് നോക്ക്. 16 ഗൈസ്. കാരണം കഴിഞ്ഞ എൻഗേജ്മെന്റ് ഇത് മറന്നുപോയി. എൻഗേജ്മെന്റ് ആനിവേഴ്സറി ശങ്കരനാണോ ഓർമ്മിച്ചത്? എന്റെ പോയില്ലേ? അല്ല പോയത് നമ്മൾ മാർക്ക് ചെയ്തില്ല, മറന്നു പോയില്ലേ? പെണ്ണുണ്ടോ? സ്കെച്ച് എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ എടുക്കണം. 10th ക്ലാസ് ടീച്ചർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ബെസ്റ്റ് ഫ്രണ്ട് പേര് ഞാൻ എടുക്കണ പോയി. അടുത്ത അച്ഛൻ ഞാനാണ്. അപ്പൊ അടുത്തത് ഞാൻ ഇപ്പോൾ നേരിടുന്ന കറന്റ് സിറ്റുവേഷനിൽ നേരിടുന്ന ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കൊറേ ഉണ്ട്. അതിലേതാ? ഏതെങ്കിലും ഒരു 2 പറഞ്ഞിരുന്നത്. ഞാൻ കുറച്ച് ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. അല്ല കുറച്ച് ദിവസം മുന്നേ പീരീഡ്സിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില്ല, അതല്ല അത് ഞാൻ 40s കംപ്ലീറ്റ് ആയിട്ട് പീരീഡ്സ് ആവില്ല. അപ്പൊ കംപ്ലീറ്റ് ആണ്. പ്രശ്നമാണ് ഇപ്പോൾ കറന്റ് ആയിട്ട് സിറ്റുവേഷൻ ഞാൻ ഇപ്പോൾ നേരിടുന്നുണ്ട്. ജലദോഷം, കഫക്കെട്ട്, ചുമ ഇല്ലേ? ഇപ്പൊ കൂടി പറഞ്ഞിട്ടേളൂ. ചുമ ഉണ്ട്. ചുമ നിങ്ങക്ക് വേറെ ഞാൻ എന്റെ ഫിസിക്കലായിട്ട് തലവേദന ഞാൻ നേരത്തെ അങ്ങനത്തെ അല്ല, അത് പോയി വരും ചെയ്യും. ഈ പിന്നെ ചുമ ചുമ എനിക്കിപ്പൊ ഇങ്ങനെ ഉണ്ട്. ഇപ്പളേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതാക്കുന്ന ഊരവേനല്ലേ? ഇപ്പില്ല. പക്ഷെ അപ്പൊ മുന്നേ നല്ല അങ്ങനെയല്ല. ഞാനിപ്പോ അയ്യോ എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ടെൻഷനാണ് ഈ സാധനം കാണുമ്പോ. അതിനു വേണ്ടി അത് ഒരു ക്ലൂ തരാം. അതിനു വേണ്ടി ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറെ അച്ഛ കൊറേ കാണിച്ചില്ല. ഇല്ല അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ അവിടെ പോയി കണ്ടു. എന്നെ ചന്തിക്കുത്തി പറഞ്ഞു. സോറി, ഇഞ്ചക്ഷൻ വെച്ച് പറഞ്ഞു. അത് അത് പനി പിടിച്ചു. കാലില്ല, പനിയായിട്ട് ബന്ധമുണ്ട് ഇതിന്. ഒരു കാലിന്റെ വളവാ ഒഴിച്ചോ? മുടി കൊഴിച്ചിലും മെലിഞ്ചിലും അല്ല, പനി ജലദോഷം കഫക്കെട്ട് ഞാൻ അതിനുണ്ട്. 2 ദിവസം മുന്നേ വയ്യാണ്ട് ചുമ ഉണ്ട്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് മുടി, അതുകൊണ്ടാണ് ക്ഷീണിച്ചത്. ചുമ. മുടി കൊഴിച്ചത് ഒരു പ്രശ്നമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് അമ്മാന്റെ അടുത്ത് പോയിട്ട് എന്നൊക്കെ അതെ അവള് ഏറ്റവും കൂടുതൽ ഊരവേനിച്ച് ഇവിടെ കിടന്ന് പട്ടി വല്ലാണ്ട് കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അവ പറഞ്ഞതല്ല, അവിടെ മെയിൻ പ്രശ്നം ഇതായി കാല് വളഞ്ഞതാണ്. അതൊന്നും ഒക്കെ ഒരു പ്രശ്നമേ അല്ല. അത് ഇപ്പൊ ഞാൻ നേരിടുന്നില്ല. ഇപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ല, ഊരവേദന ഒരു ബുദ്ധിമുട്ടല്ല. ചുമള്ളതുകൊണ്ട് ജീവിച്ചു പോണ ഒരു മാർക്ക് കിട്ടി. നീ ജോലി ഒഴിവിട്ടുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത്.
എനിക്ക് കിട്ടുക വളരെ എളുപ്പമുള്ളതാണ് എപ്പോഴും ഒഴിവുള്ള സമയത്തോ ഇത് സിനിമ കാണുന്നുണ്ട്, പിന്നെ കുട്ടികളുടെ ഒപ്പം കഥകളാണോ? സിനിമ കാണലുണ്ടോ? ഞാൻ സിനിമ കാണലേ ഇല്ല. അതെ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം, കുട്ടിപ്പട്ടാളത്തിനൊപ്പം കറങ്ങാൻ പോയി ഇല്ല. ഒഴിവ് കിട്ടുമ്പോഴൊന്നും എന്നാ എഴുത്ത് കാണോ? അച്ചുട്ടി ഒഴിച്ചോ? എന്ത് സ്വഭാ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ക്രാഫ്റ്റ് ആർട്ടൊക്കെയാണ് എന്റെ മെയിൻ. അവള് ഇവളടക്കം എന്നെ കണ്ടിട്ടാണ് അതൊക്കെ പഠിച്ചത്. എന്നിട്ട് നീ മറക്കും. എപ്പോഴും ഇവള് വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റ് കംപ്ലീറ്റ് ആവല് വളരെ അല്ലെങ്കിൽ ഒഴിവുള്ളപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് പോയി അവൾക്ക് ഞാൻ ടിക്ക് ഇട്ടു. കണ്ടോ, നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ടിക്ക് ഇട്ടു. എന്ത് കഷ്ടമാണ്. സോറി ഓക്കെ പോട്ടെ. ഇത് ഞാൻ എഴുതുന്ന ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് എന്താ ഇങ്ങനെ? ഇത് സിമ്പിൾ അല്ലായിരുന്നു എനക്ക്? ഇത്രയും സിമ്പിൾ അല്ലായിരുന്നു? ശരി ശരി. എന്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ഗിഫ്റ്റ്, കൊല്ലം എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്ന ഗിഫ്റ്റ് ഒരു നീല ഡ്രസ്സ്. മൊത്തം പറയാൻ കേട്ടോ. ഒരു നീല ഡ്രസ്സ്, ഒരു പിസ ഫുഡ്. പിസ അതും കൂടും, അത് കൂടും. ഒരു നീല ഡ്രസ്സ്, പിന്നെ ഒരു സാധനം കൂടി തന്നില്ലായിരുന്നോ? പിന്നെ 2 സാധനങ്ങളുണ്ട്. ഒരു ബാഗ് പോലത്തെ സാധനം, പേഴ്സാ. അത് ഫുള്ള് പറഞ്ഞാലേ മാർക്ക് കൊടുക്കുള്ളൂ, കാരണം 4 ആഴ്ച ഇല്ല. അരമാർക്ക് തരാം. അരമാർക്ക് ഉണ്ട്. 2 കാര്യം ഞാൻ പറഞ്ഞു. 2 കൂടി അല്ലേ ഉള്ളൂ. 2 ഇത് എനിക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തന്നതിൽ എനിക്കത് 2 ഓർമ്മ ഉള്ളത്. പിസ്സ, ചുരിദാർ, പിന്നെന്തായിരുന്നു അതിന്റെ ഒരു ബാക്കി ഭാഗം ഇവിടൊക്കെ തന്നെ. ഇവിടെ തിന്നുന്നതന്നെയാ. ഒന്ന് തിന്നുന്നതും ഒരു ഡയറി മിൽക്ക്. ഒരു ഡയറി മിൽക്ക് പാക്കറ്റ് അപ്പം നീ അന്ന് കാണിച്ചതോ? ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഡയറി മിൽക്ക് പാക്കറ്റ് കാണിച്ചില്ലേ? ഒരു മിഠായി ഉണ്ടായിരുന്നു. ഡയറി മിൽക്ക് അല്ല, മിഠായി ഇല്ലേ? മിഠായി ഇല്ല, തിരിപ്പോന്ന 2 റുപ്യന്റെ 1 റുപ്യന്റെ 2 മിഠായി ഞാൻ കൂട്ടിയിട്ടില്ല. ഒരു കമ്മലും കേക്കും. കേക്ക് കൊണ്ടുവന്നോ? കേക്ക് കപ്പ് കേക്ക് ഉണ്ടായിരുന്നില്ല. ഏതാ എന്റെ ബാക്കി ഭാഗം? ഈ കപ്പ് കേക്കും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോകൾ കണ്ടിട്ടില്ല? ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കാണിച്ചു തരില്ല. അപ്പൊ അതിനൊരു 1/2 മാർക്ക് കൊടുക്കാം. എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട 2 പറഞ്ഞു. അടുത്ത സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് കിട്ടില്ല. യു ആർ ബൈ ഡാഷ് മകൾ. കിട്ടിയില്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലം. ഇപ്പൊ എന്താണെങ്കിലും മകൾ. എത്രേ ഉള്ളൂ. ഇതിൻ്റെത് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു ആക്സസറിയോ? നീ കൊറേ സാധനം അല്ല. എനിക്ക് ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഒബ്സസ്ഡ് ആണ് ആ സാധനത്തിന് വേണ്ടി. ഞാൻ കടയിൽ ചെല്ലുമ്പോൾ അതിന്റെ മേലെ തന്നെ എനിക്ക് അതിന്റെ വെറൈറ്റീസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നിൽക്കുക തന്നെയാണ് എന്റെ പണി. മുടിക്കുട്ടിക്ക് പറയുമ്പോ ബണ്ണോ അല്ലെങ്കിൽ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും. അധികം ഞാൻ അങ്ങനത്തെ സാധനം, ആ ക്രാബിന്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ നീ? ലോഡ് ക്രാബിന്റെ സാധനം. ക്രാബുകൾ ഇഷ്ടം പോലെ ഞാൻ എപ്പോഴും വാങ്ങലില്ലേ? മുടിക്കുടുക്ക് മേടിക്കലുണ്ട്. ഇപ്പൊ ഞാൻ മേടിക്കില്ല. ഇപ്പൊ ഞാൻ ക്രാബാണ്. മുന്നേ മുടിക്കുടുക്കായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നപ്പോ അവള് ക്രാബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാപ്പോ കൊറേ കാര്യങ്ങൾ. ഞാനും ഷായും നീയും നമ്മൾ 3 പേരും ഒന്നിച്ചുള്ളപ്പോ നീ ചെയ്യുന്ന ഒരു സാധനം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമുണ്ട്. എന്താ അറിയാൻ പറ്റും? അത് എളുപ്പം സാധനം. ഞങ്ങൾ 2 പേർക്ക് ഇടയിൽ നീ ചെയ്യുന്ന സാധനം എന്താ? ക്രിഞ്ച്. അയ്യോ, ഞാൻ എന്റെ കെട്ടിയോടെ കൂടെ ഒന്ന് കൊഞ്ചി അപ്പ അവള് വരും നടുവില്. ക്രിഞ്ച് ക്രിഞ്ച് ക്രിഞ്ച്. 2 കാര്യങ്ങളുണ്ട്. ഒറ്റൊന്നും കൂടി ഉണ്ട്, അതും കൂടി പറയണം. അയ്യോ, ഒരു സാധനം കൂടി. ഇല്ല ഒരു കാര്യം കൂടി ഉണ്ട്. പറ. അത് അറിയില്ല. നിക്കൂ, ഞാൻ ആലോചിക്കട്ടെ. ക്രിഞ്ചൊന്ന് ഒറ്റ കാര്യം കൂടി ഉണ്ട്.
അത് പറഞ്ഞ് നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കുടു തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. തല്ലല്ല, ഞാൻ തമാശക്ക് ഇങ്ങനെ പറയും. ഇത്ര സമയം ഉണ്ടല്ലേ ഇവിടെ ഞങ്ങള് 3 പേരും കൂടി കൂടുമ്പോ എപ്പോഴും സെന്ററിൽ കയറി കുത്തിരിക്കും. എപ്പോ നോക്കിയാലും നടക്കൂല. എങ്ങാനും അപ്പ വരും മുണ്ടും കൊണ്ട്. അപ്പൊ അരമാർക്ക് ക്രിഞ്ചാണ് മെയിൻ. ക്രിഞ്ചാണ് മെയിൻ, അത് സത്യം. അരമാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒതുക്കുന്നൊരു നമ്മൾ തമ്മിലുള്ള കോമൺ റിലേഷൻ. നമ്മൾ രണ്ടുപേരും കൂടി പഠിച്ച പോലെ സ്കൂളാണ്. വേറെ ഒന്നും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഹയർ സെക്കൻഡറി അവിടെയാണ് പഠിച്ചത്. വേറെന്താ? വേറെ ഒന്നും കൂടി അങ്ങനെ എടുത്ത് പറയേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണെങ്കിൽ ആ സ്കൂളില് വേറെ എവിടെയും ഇല്ല. മീൻസ് അത് എനിക്ക് ചേച്ചിക്കും കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, അങ്ങനത്തെ സംഭവമാണ് ഇതിന്റെ അതുകൂടി പറ. ഓഫീസറായിട്ട് കിട്ടിയതാണോ? ജ്യോതിന്റെ NSSന്റെ അതേ പ്രോഗ്രാം ഓഫീസറാണ് ഇന്ത്യയും പ്രോഗ്രാം ഓഫീസർ. വേറെ ആരും ഏറ്റെടുക്കാനില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ സാറ് ഏറ്റെടുത്തതാണ്. സാറ് ഞങ്ങളുടെ അങ്ങനെ തന്നെ പറയാം. പക്ഷെ സാറ് പൊളിയാണ്. അത് ശരിയാണ്. ഞങ്ങൾക്ക് ഒതുക്കുക സ്കൂളിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ അത് കിട്ടി. എവിടെ NSS TO അതേപോലെ ഹയർ സെക്കൻഡറി കിട്ടിട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ടും സത്യം പറഞ്ഞു അത് കിട്ടില്ല കിട്ടി. അടുത്ത കുഞ്ഞൂട്ട വന്ന സമയത്ത് കുഞ്ഞൂട്ട ഉണ്ടായപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കളഞ്ഞു. മീൻസ് എന്റെ ലൈഫിന്ന് കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്റെ ശരീരത്തിൽ നിന്ന് കളഞ്ഞു. സിമ്പിൾ ആയിട്ട് കിട്ടും. നഖം. കുഞ്ഞൂട്ടനെ എടുക്കാൻ പറ്റില്ല. കുഞ്ഞൂട്ടന്റെ ഞങ്ങളെ ഏട്ടന്റെ കുട്ടിയാണ് കേട്ടോ. ഇതേ പറഞ്ഞ വിക്രമായിട്ട് ഞാൻ ഈ നഖ വെട്ടുന്ന കാര്യം പറഞ്ഞതല്ല. എന്റെ കയ്യിലല്ലേ എന്റെ ശരീരം എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞു വിളിച്ച് ഇപ്പൊ ചെക്കൻ കാരണം ഞാൻ ചെക്കൻ കാണാൻ വെട്ടൂലേ കല്യാണം കഴിച്ച പോലെയൊക്കെ. ഓക്കെ, അപ്പൊ അത് കിട്ടി. അപ്പൊ അടുപ്പിച്ചേക്ക്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ചെരുപ്പിന്റെ കളർ. നീ ഇപ്പൊ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ചെരുപ്പിന്റെ കളർ. ഇത് ശരിയല്ല കേട്ടോ. എന്താണ് വൈറ്റ് ആണോ? ഉറപ്പിച്ചല്ലോ. അച്ചുട്ടി ഇപ്പൊ വൈറ്റ് ആണ്. ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിന് മുന്നേ നമ്മൾ ടോപ്പ് വൈറ്റ് ഇട്ടില്ല, ഷൂ ഇട്ടിട്ടില്ല. നീ മറ്റേ എന്താ മറ്റേ അല്ല ക്രോക്സ് അല്ല. ക്രോക്സിന് ശേഷം ഞാൻ മേടിച്ചിരുന്നു. ശേഷം ബ്ലൂ ആണോ? ബ്ലൂ അല്ല. ഉറപ്പിച്ച് പറയണോ മിസ്റ്റർ? ബ്ലൂ. ഉറപ്പിച്ചോ? പിങ്ക്. അതേതായിരുന്നു? പിങ്ക് അറിയില്ലേ? പിങ്ക് ഇവിടെ അപ്പൊ അതിനെ കാട്ടി വിറ്റ അപ്പൊ അപ്പുറത്ത് വന്നിട്ട് വെള്ള ഡ്രസ് കാട്ടി പറഞ്ഞ അയ്യോ തെറ്റാണല്ലോ. എന്താണ് പിങ്ക്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്സസറീസ് മീൻസ് ഓർണമെന്റ്. കമ്മല് ഇഷ്ടമാണ്. മൂക്കുത്തി ഒന്നിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കമ്മല് ഇത് ഭയങ്കര ഇഷ്ടമാണ്. മൂക്കുത്തി ഇത് ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്ന് വരാണ്. വള ഇടുന്ന ഞാൻ കണ്ടില്ല. മോതിരം അങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പാദസരം ഇട്ടു ചെറുപ്പടില്ല. കമ്മല് ഉറപ്പിച്ചോ? ഒന്നും കൂടി ഒന്ന് റേറ്റിംഗ് ചെയ്യണോ നിനക്ക്? എന്നാ മൂക്കുത്തി. അത് ഉറപ്പിച്ചോ? ശരിക്കും നീ ഒന്ന് റേറ്റിംഗ് ചെയ്യണോ? പാദസരം. നീ ഉറപ്പിച്ച് പറയുന്നെങ്കിലും മൂക്കുത്തിയാണോ അമ്മനാണോ? പാദസരം. അയ്യാ എന്നാ കമ്മല് ഉറപ്പിച്ചു. മൂക്കുത്തി. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. ഈ കമ്മൽ അങ്ങനെ ഇടയ്ക്ക് മീൻസ് പോകുമ്പോഴൊക്കെ വലിയ കമ്മലൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. പക്ഷെ എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. മൂക്കുത്തി സാരപ്പോട്ടെ. ഞാൻ നീ മൂക്കുത്തി കാണാൻ എന്റെ കയ്യിൽ പെട്ടി നിറച്ച് മൂക്കുത്തി ഉണ്ട്. അറിയില്ല. അല്ല കമ്മല് എനിക്ക് കമ്മല് ഇഷ്ടം. പക്ഷെ എനിക്ക് മൂക്കുത്തി എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ 7th ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്? 7th അതൊരു കൊറോണ ടൈമും കൂടി ആയിരുന്നു കേട്ടോ.
ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്? ആ അർപ്പിച്ച അതിന്റെ ശേഷം സ്കൂളൊന്നും മാറിയിട്ടില്ല. ശേഖരമായിട്ട് അവിടുന്ന് ഞാൻ ഡയറക്ട്ലി വിക്കമിക്ക് മാറിയിരുന്നു ചെയ്തിരുന്നു. നീ അതിനിടയ്ക്ക് നീ വേറെ സ്കൂളിൽ പോയി ഞാൻ നിൽക്കില്ല. 7ാം ക്ലാസ്സിൽ ശേഖരമായിട്ടില്ലായിരുന്നു. ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചല്ല കുട്ടി മാറി ഞാൻ അറിയില്ലേ. ഞാൻ ചോദിച്ചു ഞാൻ അറിയാതെ ഏതെങ്കിലും സ്കൂള് കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. ഒരു പറ്റുണ്ട്. ഇത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്നോട് ആ ക്വസ്റ്റ്യൻ എൻ്റെ ആഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഈ ആഡ് ചെയ്തില്ല. മൈ ഫേവറേറ്റ് കളർ പച്ച. പച്ചക്കൊക്കെ ഇഷ്ടാണ്. നീല. അടിച്ചിട്ടേ ബ്ലാക്ക് ആണോ? പച്ച, നീല, ബ്ലാക്ക്, ഇതിലേതോ ഒന്നാണ്. ഉറപ്പിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് പറയാം. പിന്നെ എല്ലാ കളറും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് കളർ പറയും. ആലോചിച്ചത് കിട്ടും. ഇതിനൊരു ലോഡ് പച്ച കളർ ഡ്രസ് ഉണ്ട്. നീലാന്ന് വെച്ചാൽ ഇനി ജീവൻ. ഇത് ഏതെന്ന് വെച്ചിട്ടാ ഞാൻ പറയാ. പച്ച ഉറപ്പിച്ചു. നീല. എനിക്ക് കല്യാണ സാരി വരെ എടുക്കരുതെന്ന് വിചാരിച്ച എന്റെ ഫേവറേറ്റ് കളർ. ഞാൻ എടുക്കുന്ന ഫുള്ള് നീലയാണെന്നും പറഞ്ഞിട്ട് എടുക്കാൻ പോകുമ്പോ നോക്ക് അല്ലേ ആണോ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീല ഇഷ്ടം. നീല എന്റെ അതാണ്, നീല എന്റെ അതാണ്, തേങ്ങയാണ്. പച്ച എനിക്ക് ഇഷ്ടം. പക്ഷെ പച്ച ഇഷ്ടം പോലെ ഉണ്ട്. പച്ച ഞാൻ എടുക്കുന്നല്ല, എന്റെ അമ്മയ്ക്ക് ഇഷ്ടം. എന്റെ അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടം പച്ച. ഇവിടുത്തെ അമ്മമാരൊക്കെ പച്ച ഇഷ്ടം. എനിക്ക് അധികം പച്ചയാണ് എടുത്തു തരാറ്. പക്ഷെ എനിക്ക് നീല ഇഷ്ടം. ഞാൻ എപ്പോഴും നീല പറയാം, പച്ച പറയാനല്ലോ. ഇനി ഞാനല്ലേ, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജ്, ഭാവി എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര. സാമൂതിരി ഗുരുവായൂരപ്പ കോളേജ്. ഞാൻ സിമ്പിളാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളേജ്. ഞാൻ അവിടെ പോകുമ്പോ തീരുമെന്നൊന്നും അറിയില്ല. ഇത് ഫൈനലാണോ? ലാസ്റ്റ് എന്റെ കാര്യം കേട്ടോ. അച്ചുട്ടി ഭാവിയില് ഇന്നത് പഠിക്കണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാറുണ്ട്. അതൊക്കെ ഈസി ആയിരിക്കും. ഞാൻ ഇതിൽ ചേർക്കണം, അല്ല ഇന്നത് പഠിക്കണം, ഇതിൽ ചേർക്കണം എന്നുള്ള ഓളോട് ജസ്റ്റ് ഒരു ഇതുപോലെ പറഞ്ഞു. പക്ഷെ അത് പറയാൻ പ്രൊമോഷൻ ചെയ്ത പോലെയൊക്കെ നീ ചെയ്യൂല പറഞ്ഞാണെങ്കിൽ ഞാൻ അതല്ല. അവർക്ക് പ്രൊഫഷണൽ കോഴ്സ് ആണ്. ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആണ്. ഈ സാധനം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. താല്പര്യം ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോ എന്നിങ്ങനെ പറയാം. അച്ചൂട്ടി 1 2 3 ഒരു മിനിറ്റ് 1 2 3 4 5 എത്രയാ? 5.5. അതില് 2 ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിർബന്ധിച്ചൊക്കെ പറയാലോ. ഇനിയിപ്പോ ഒരു 1/2 മാർക്ക് വെച്ചാൽ 6 അല്ല 6. അപ്പൊ ഞാനാണ് തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. ബിക്കോസ് ഐ ബ്രോട്ട് കണ്ടോ, അതുകൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. കണ്ട വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ മുക്കുത്തി എഴുതിച്ചേ. ക്രിഞ്ച് ക്രാഫ്റ്റ് ആർട്ട് ബ്ലൂ ഡേറ്റ്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി. അങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടുന്നു. അത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് എന്റെ സ്കൂളില് എന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് പേരുകൾ. ഒരേ ടൈപ്പ് പേരെന്ന് മാത്രമല്ല ഇവർക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേര് ഇങ്ങനെ പറയലുണ്ട് എപ്പോഴും. ഇതിനും ഉണ്ട്. അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഓരോ കാലഘട്ടത്തില് മീൻസ് +2 പഠിക്കുമ്പോ 10 പഠിക്കുമ്പോ സിമ്പിൾ ആയിട്ട് പറയാം ആരാന്നുള്ളത്. വിശ്വസിന്റെ പറയാം. പിന്നെ +2 ബോയ്സ് ആയിട്ട് സീനിയേഴ്സ് അല്ല നിങ്ങളുടെ ബാച്ചിന് കുടിയേട്ടനും വിപിനേട്ടനും ഉണ്ട്. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോ മൃദുലേട്ടനും അഖിലേട്ടനും ഉണ്ട്. ഇനി ഗേൾസിലാണെങ്കിൽ സ്നേഹ, ഉഷസ്, നെസ്ല, മറ്റേ ഷഹല. പിന്നെ ഇനിയിപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും
അഞ്ചു അല്ല അഞ്ചി അല്ല കുഞ്ഞി കുഞ്ഞി കുഞ്ഞു അഞ്ചു എന്നാണ് കുഞ്ഞാവാന്നാണ് സ്നേഹ അധികം പറഞ്ഞത്. അങ്ങനെ കൊറേ പേര് എനിക്ക് അറിയാവുന്നവരുണ്ട്. എന്റെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സിനെയും ചോട്ടിക്കാറേ ഇടയ്ക്ക് വെച്ച് ഞാൻ ആ ക്വസ്റ്റ്യൻ മാറ്റി. അത്ര സിമ്പിൾ ആക്കി സിമ്പിളായിട്ട് കൊടുത്ത ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഫ്ലോപ്പ് ഓഫ് കാരണം പാവുണ്ടാവും. പക്ഷെ എനിക്ക് സത്യമായിട്ട് ആ കുട്ടിന് ഇഷ്ടമാണ്. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് പിക്കമിൽ എന്റെ കൂടെ പഠിച്ചത് ഒതുക്കെ ഇവര് അങ്ങോട്ടും കൂടെ മാറിപ്പോയി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ റെനേനെയും റിഫാനെയും ഇവരെന്തേലും പിക്കമില് ഇവരെന്തേലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മാറിപ്പോവാറുണ്ട്. സാരല്ല ഇനി ഇതേപോലെയുള്ള ഇനിയും ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നില്ല. ഇനിയിപ്പോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞേക്കാണ്. സോ അതുവരെ ബൈ. ഇതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതിരിക്കും കിട്ടി.